ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ IDFC ഫസ്റ്റ് ബാങ്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. കാരണം IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ തലപ്പത്തിരിക്കുന്ന വി വൈദ്യനാഥ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അവരെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സമയത്ത് അവരുടെ തന്നെ സ്റ്റാഫ് എടുത്തൊരു ഇൻ്റർവ്യൂ. നല്ലൊരു ആ ഒരു കമ്പനിയെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ കിട്ടാവുന്നൊരു ഇൻ്റർവ്യൂ ആണ്. ചില സമയത്ത് നിങ്ങളെല്ലാവരും കണ്ട ഒരു വീഡിയോ ആയിരിക്കാം. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതിൽ ഉള്ള ആ വീഡിയോയിൽ വൈദ്യനാഥ് സാറായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കി അതിന് പ്രധാനപ്പെട്ട ഭാഗങ്ങളെടുത്ത് ആ ഒരു ബാങ്കിൻ്റെ യഥാർത്ഥ പിക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മറ്റൊരു കാരണം, IDFC ഫസ്റ്റ് ബാങ്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ മൾട്ടി ബാഗ് സ്റ്റോക്കാണ് അല്ലെങ്കിൽ വാങ്ങേണ്ട സ്റ്റോക്കാണ്, നാളെ HDFC ബാങ്ക് ആവാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ വളരെ നെഗറ്റീവ് കമൻസ് കിട്ടാവുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് എപ്പോഴും IDFC ഫസ്റ്റ് ബാങ്കിൽ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ റേഞ്ചിൽ വാങ്ങി കയറാതെ അസ്വസ്ഥരായിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചില സ്റ്റോക്സ് അങ്ങനെ ചിലപ്പോൾ ഒരുപാട് കൊല്ലം ഹോൾഡ് ചെയ്തിട്ട് പിന്നീടായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ കിട്ടാം. നിങ്ങളിപ്പം വാങ്ങിയിട്ടില്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പറയുമോ, അയ്യോ അന്ന് IDFC ഫസ്റ്റ് ബാങ്ക് 70 രൂപ ഉണ്ടായിരുന്നു, എനിക്ക് വാങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ വാങ്ങിയിരുന്നു അതൊരു 5 രൂപ ലോസിൽ അല്ലെങ്കിൽ 5 രൂപ പ്രോഫിറ്റിൽ കൊടുക്കേണ്ടി വന്നു, അത് ഹോൾഡ് ചെയ്യേണ്ട സ്റ്റോക്കായി എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ഇത്ര നല്ലൊരു അവസരമാണ് IDFC ഫസ്റ്റ് ബാങ്ക് ആക്ച്വലി എൻട്രി ചെയ്യാനുള്ളത്. നമുക്ക് സമയവും കിട്ടുന്നുണ്ട് വാങ്ങാൻ വേണ്ടി, SIP വാങ്ങാൻ കൂട്ടാൻ സമയവും കിട്ടുന്നുണ്ട്. എന്നിട്ടും നമ്മൾ വാങ്ങുന്നില്ല. ഇത് ക്ഷമ നശിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ സ്റ്റോക്ക് കിട്ടുന്ന ലാഭവും അല്ലെങ്കിൽ SIP ചെയ്ത് IDFC ബാങ്ക് വാങ്ങാം. ദിവസം അതിൻ്റെ റേറ്റ് നോക്കാണ്ടിരിക്കാം. ഈ IDFC ഫസ്റ്റ് ബാങ്ക് സ്റ്റോക്ക് മാത്രം, നമ്മൾ കൺവിക്ഷണൽ സ്റ്റോക്ക് മാത്രം എപ്പോഴും മാറ്റി വെച്ചിട്ട് വേറെ സ്റ്റോക്കിൽ വാങ്ങി വെക്കുമ്പോൾ കിട്ടുന്ന ലാഭവും SIP കിട്ടുന്ന പൈസയും ഒക്കെ അതിലിട്ടിട്ട് IDFC ഫസ്റ്റ് ബാങ്കിനെ ഒരു 5 കൊല്ലത്തെ വീട്ടിൽ തന്നെ മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിനെ സംബന്ധിച്ചോളം. അതുകൊണ്ടാണ് നിങ്ങളിത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുൻപേ എൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഇഷ്ടമുള്ള ആൾക്കാർക്ക് വീഡിയോൻ്റെ ഇടയിൽ ജോയിൻറ്റ് ബട്ടണിൽ പോയി ഇപ്പോൾ ജോയിൻ ലിങ്ക് ത്രൂ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി ബ്രേക്ക് ഫണ്ടമെൻ്റൽ സ്റ്റോക്സ് കണ്ടാൽ മാത്രമാണ് ആ ഒരു വീഡിയോ ഞാൻ ഇടൽ സാധാരണ. കാരണം ഡെയിലി 100 കണക്കിന് സ്റ്റോക്ക് ബ്രേക്ക് ആവും. പക്ഷേ നമ്മൾ എൻ്റർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭം കിട്ടിയേക്കാം. സംടൈംസ് ഈ കൊറോണമാതിരി ഇഷ്യൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ FI സെല്ലിംഗ് മാതിരിയുള്ള എന്തെങ്കിലും ഭീകരമായ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റോക്ക് തിരിച്ചു കയറില്ല. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് ബ്രേക്ക് എൻ്റർ ചെയ്താൽ ഇനി ഇങ്ങനത്തെ എന്ത് പ്രശ്നം സംഭവിച്ചാലും താഴത്തുനിന്ന് ഒരിക്കലും നമുക്ക് ആ പൈസ നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടില്ല. തിരിച്ച് കയറാൻ സാധ്യതയുള്ള ഫണ്ടമെൻ്റൽ സ്ട്രോങ് സ്റ്റോക്സ് കണ്ടാൽ മാത്രമേ ഞാൻ പറയലുള്ളൂ. അത് ഒരു ചില സമയത്തൊക്കെ 2 ആഴ്ച 3 ആഴ്ച തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും, ചില സമയത്ത് ഹോൾഡ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ഒരു നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് സ്റ്റോക്സാണ് പറയുക. സോ അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സോ IDFC ഫസ്റ്റ് ബാങ്കിൽ വൈദ്യനാഥ് സാറ് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അവർ തന്നെ സ്റ്റാഫ് ആയിട്ടുള്ള ചെറിയ ഇൻ്റർവ്യൂ ആണ്. ഇതിൽ പുള്ളി തുടങ്ങുന്നത് തന്നെ അവർ എംപ്ലോയീസിനെ താങ്ക്സ് പറഞ്ഞതുകൊണ്ടാണ്. എന്താ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, താങ്ക്സ് പറയുന്നത് IDFC ഫസ്റ്റ് ബാങ്ക് ബ്രാൻഡഡ് ബാങ്ക് ആക്കി മാറ്റിയെന്ന് പറയുന്നത്. കേരളത്തിൽ ആക്ച്വലി IDFC ഫസ്റ്റ് ബാങ്കിന് പ്രസൻസ് കുറവാണ്, പക്ഷേ ഭാവിയിൽ വന്നേക്കാം. ഓൾറെഡി നോർത്തിലൊക്കെ ഒരു IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ബ്രാൻഡഡ് കമ്പനിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുള്ളി ഫസ്റ്റ് തന്നെ ഹൈലൈറ്റഡായിട്ട് പറഞ്ഞൊരു പോയിൻറ്റ്. അമിതാഭ് ബച്ചന് മാതിരിയുള്ള ഒരാളെ ബ്രാൻഡ് അംബാസിഡർ ആക്കി ഇത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക്, ഞാനതിൽ വളരെ ഇമ്പോർട്ടൻസ് കാണുന്ന വ്യക്തിയാണ്. പല സ്റ്റോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം. അവർ CNBCയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വന്ന് നല്ല തുടങ്ങിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരു കമ്പനി പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. സോ ഇതൊരു ബ്രാൻഡഡ് കമ്പനി ആയി എന്നാണ് വൈദ്യനാഥ് സാറ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് എംപ്ലോയീസിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളീൻ്റെ ഇൻ്റർവ്യൂ തുടങ്ങുന്നത്. രണ്ടാമത് പുള്ളി പറഞ്ഞത്, ഈ കമ്പനീൻ്റെ സർവീസസ് വളരെ ക്വാളിറ്റി ഉള്ള ഒരു സർവീസസാണ്. അതിൻ്റെ പുറമെ കസ്റ്റമേഴ്സിനിടയിൽ ഒരു വിശ്വാസം വരുത്താൻ സാധിച്ചൊരു കമ്പനി കൂടിയാണ് IDFC ഫസ്റ്റ് ബാങ്ക് എന്നാണ് പുള്ളി പറഞ്ഞത്. മൂന്നാമത് ബാങ്കിൻ്റെ
ഒരു പ്രത്യേകത പറയുന്നത് അതിന് ലോൺ ബുക്കിൽ വന്ന വളർച്ച 2 ലക്ഷം കോടിൻ്റെ ലോൺ ബുക്ക് ഗ്രോത്താണ് കമ്പനി കാണിച്ചതെന്ന് വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഡിപ്പോസിറ്റും അതേ സമയം തന്നെ വളർന്നിട്ടുണ്ട്. ഡിപ്പോസിറ്റ് ഗ്രോത്ത് 34%, ലോൺ ഗ്രോത്ത് 21%മാണ് കമ്പനി രേഖപ്പെടുത്തിയത്. വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ എന്നും പറഞ്ഞൊരു പോയിൻ്റ് പുള്ളിയായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഒരു ലാർജസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ് ആൻഡ് ഇറ്റ് വിൽ കീപ് ഗ്രോയിങ് എന്ന് പറഞ്ഞത്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം ഒരു പില്ലർ തന്നെയാണ് ബാങ്ക്സ്. ഈ ബാങ്ക്സ് ഒന്നും സഫീഷ്യൻ്റ് അല്ല. ഇനിയും ഒരുപാട് ബാങ്ക്സിന് വരാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് അതിന് കൂടെ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ സാഹചര്യമുള്ള ഒരു കരുത്തുള്ള സ്ട്രെങ്ത്തുള്ള ഒരു കമ്പനിയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. യെസ് ബാങ്കും ഒട്ടും മോശമല്ല. യെസ് ബാങ്ക് തന്നെ റീസെൻ്റ്ലി 51% സ്റ്റേക്ക് എടുക്കാൻ പല ആൾക്കാരും തയ്യാറാണ്. പല അന്യ രാജ്യത്തുള്ള ഫേംസ് തയ്യാറാണ്. പക്ഷേ ഇന്ന് ഗവൺമെൻറ് റെഡി അല്ല. 51% കൊടുത്തിട്ട് ഒരു മെജോറിറ്റി സ്റ്റേക്ക് പ്രൊമോട്ടർ ആക്കിയിട്ടൊരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ മാറ്റാൻ ഗവൺമെൻറ് താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണ്? യെസ് ബാങ്ക് ഇസ് നോട്ട് എ ബാഡ് ബാങ്ക്. നല്ല ലാസ്റ്റ് റൗണ്ട് റിസൾട്ടും യെസ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 40 രൂപ മുതൽ 100 രൂപയിലൊക്കെ വരാൻ സാഹചര്യങ്ങൾ യെസ് ബാങ്കിനുണ്ട്. യെസ് ബാങ്കിന് മോശം കമ്പനിയായിട്ട് ഇപ്പം കണക്കാക്കാം. കാരണം അത് ലാഭത്തിലേക്കായി ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യനെ രാജ്യം മാത്രമല്ല, ഇന്ത്യയുടെ വളർച്ച ഈസ് നോട്ട് ആൻ ഇഷ്യൂ ഇൻ ദിസ് കൺട്രി എന്ന് പറയും. ഈ രാജ്യത്ത് ഒരു വളർച്ച സംഭവം ഇഷ്യൂ അല്ല, ഇന്ത്യ വളർന്നുകൊണ്ട് നിൽക്കുകയാണ് എന്ന് തന്നെയാണ് പുള്ളീൻ്റെ ഉറച്ച അഭിപ്രായം. പിന്നെ ഈ ലാസ്റ്റ് റിസൾട്ടിൽ മോശം വളരെ വ്യക്തമായി വൈദ്യൻ സാർ പറഞ്ഞത് 2% പ്രൊവിഷൻസ് ആണ് വെച്ചത്. ആക്ച്വലി ബാങ്ക് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റ് കുറവാണ്. ഇയർ ഓൺ ഇയർ ബേസിൽ പ്രോഫിറ്റ് കുറവാണ്. പക്ഷേ ലാഭം തന്നെയുള്ള കമ്പനിയാണ്, നഷ്ടത്തിലുള്ള കമ്പനി അല്ല. രണ്ടാമത് നമ്മളിപ്പോൾ നോക്കുക NPM പ്രൊവിഷൻസാണ്. പ്രൊവിഷൻസ് കൂടിയുള്ളതാണ് ഏറ്റവും നെഗറ്റീവായിട്ട് ഈ ക്വാർട്ടർ ബാധിച്ച സംഭവം. 2% പ്രൊവിഷൻസ് കൂടുതൽ വെച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള കാരണം പുള്ളി പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് പ്രൊവിഷൻസ് ഈ ക്വാർട്ടർ വെച്ചത് ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ് ഫോർ എവർ എന്ന് പറയുന്നത്. എന്നത്തേക്കുള്ള പ്രൊവിഷൻസ് അല്ല, ജസ്റ്റ് ഫോർ ദിസ് ക്വാർട്ടർ. അടുത്ത പോയിന്റ്, ഈ പ്രൊവിഷൻസ് മാറ്റി വെച്ചത് ഏത് കമ്പനിക്കാണ്? ഒരു ടോൾ കമ്പനിക്ക് കൊടുത്ത ലോണിൽ ആ കമ്പനി കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു വന്നു ബിക്കോസ് ഓഫ് ഗവൺമെൻറ് പോളിസി കാരണം ടോൾ കളക്ഷൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂ കാണും മഹാരാഷ്ട്രയിൽ. ആ കമ്പനിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു. അതിന് വേണ്ടി 250 കോടി പ്രൊവിഷൻ മാറ്റിയേക്കേണ്ടി വന്ന് വേറൊരു പ്രൊവിഷൻ മാറ്റി വെച്ചത് MFIക്കാണ്, മൈക്രോ ഫിനാൻസ് കമ്പനിക്കാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയി തോന്നിയ സംഭവം വൈദ്യൻ സാറ് പറഞ്ഞത്, സാധാരണ NPA വരുമ്പോഴാണ്. NPA മീൻസ് 90 ഡേയ്സ് എബവ് ഒരു കിട്ടാക്കടം വരുമ്പോൾ, നോൺ പെർഫോമിങ് അസറ്റ് അല്ലെങ്കിൽ കിട്ടാക്കടം എന്ന് പറയുന്നത്, അത് വരുമ്പോഴാണ് അത് NPA ആയിട്ട് മാറുന്നത്. ബിലോ 90 ഡേയ്സ് ആണെങ്കിൽ അതിനെ പറയാം SMA എന്നാണ്. അപ്പോൾ സാധാരണ കേസിൽ NPA വരുമ്പോഴാണ് ഒരു ബാങ്ക് പ്രൊവിഷൻസ് മാറ്റിവെക്കുക. ആ NPAക്ക് വേണ്ടിയിട്ട് പ്രൊവിഷൻസ് മാറ്റിവെക്കുക. പക്ഷേ IDFC ഫസ്റ്റ് ബാങ്ക് പറയുന്നത് ഈ SMAക്ക് വരെ, അതായത് 90 ഡേയ്സിന് മുന്നേ കിട്ടാത്ത പൈസയ്ക്ക് വരെ പ്രൊവിഷൻസ് IDFC ഫസ്റ്റ് ബാങ്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. മറ്റൊരു സംഭവം കൂടെ പറയുകയാണെങ്കിൽ, IDFC ഫസ്റ്റ് ബാങ്കും IDFCയും കൂടെ മെർജ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി IDFCയിലുള്ള ഒരുപാട് ലോൺസും IDFC ബാങ്കിൽ മെർജ് ചെയ്തിട്ടുണ്ട്. സോ ഒരു 22,000 കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ലോൺ IDFCക്ക് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി IDFC ഫസ്റ്റ് ബാങ്കിൽ മാറിയിട്ടുണ്ട്. അത് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ 2,000 കോടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ലോണേ ഉള്ളൂ എന്നാണ് വൈദ്യൻ സാർ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. റീറ്റെയിൽ ലോൺ സെക്ഷനിലേക്കാണ് കൂടുതൽ ബാങ്ക് ഫോക്കസ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടെ അയാൾ അഷ്യൂർ ചെയ്യുന്നത്, നെക്സ്റ്റ് ക്വാർട്ടർ എവറിത്തിങ് വിൽ ബി ക്ലിയർ എന്നാണ് പറഞ്ഞത്. ഈ ക്വാർട്ടർ പോട്ടെ, അടുത്ത ക്വാർട്ടർ എവറിത്തിങ് ക്ലിയർ ആയിരിക്കും. മാത്രമല്ല ഈ പറയുന്നത് ഇനി 3-4 ക്വാർട്ടർ കഴിയുമ്പം ഈ ക്വാർട്ടർ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല പറഞ്ഞത്, എവറിത്തിങ് വിൽ വൈപ്ഡ് ഔട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്വാർട്ടറിൻ്റെ ബേസിൽ നിങ്ങൾ ഈ കമ്പനീനെ അളക്കാൻ പാടില്ല പറഞ്ഞു. വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് കൂടെ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാങ്ക് ഒരു ഏർലി സ്റ്റേജിലാണ്. അപ്പോൾ ഏർലി സ്റ്റേജിലുള്ള പല കമ്പനീസും ഇൻക്ലൂഡിങ് ടെസ്ല വരെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ, ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്. ഏർലി സ്റ്റേജിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഏതൊരു കമ്പനിക്കും ഉണ്ടാവും. അപ്പോൾ ഒരു ക്വാർട്ടറിൻ്റെ ബേസ് വെച്ചിട്ട് ഒരു ഏർലി സ്റ്റേജ് ബാങ്കിനെ അളക്കാൻ പാടില്ല. ആ കോൺഫിഡൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്.
നിങ്ങളിപ്പം ഒരു 70 രൂപയിൽ 10 രൂപ ഫേസിലുള്ള 70 രൂപയിൽ 240 കോടി ക്വാർട്ടർ കാണിക്കുക എന്ന് പറഞ്ഞാൽ 400-800 കോടി ആയി. അതിൽ ആ കമ്പനി മോശമായിട്ട് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? അത് എൻ്റെ ഒരു വ്യൂ ആണ്. വേറെ പറയുന്നത് ഇവർ ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്യല്ല. എംപ്ലോയീസ് ഓഫ് IDFC ബാങ്ക് ആർ നോട്ട് വർക്കിംഗ് ഫോർ ബാങ്ക്സ്, ദേ ആർ ക്രിയേറ്റിംഗ് എ ബാങ്ക്. ബാങ്കിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വളരെ ഒരു വിഷനാണ് അതിൽ കാണിച്ചത്. അതിനും എംപ്ലോയീസിനോടാണ് അവർ നന്ദി പറഞ്ഞുകൊണ്ട് ആണ് പുള്ളി അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെ വേറൊരു അഷ്യൂരിറ്റി പുള്ളി കൊടുത്തത് ഈ ബാങ്കിനെ ഒരു വേൾഡ് ക്ലാസ് ബാങ്കായി മാറ്റുന്നതാണ്. വേറൊരു കാര്യങ്ങൾ പറഞ്ഞാൽ 3 കൊല്ലം മുന്നേ യഥാർത്ഥത്തിൽ NPA ഉള്ള നഷ്ടത്തിലുള്ള ഒരു ബാങ്കായിരുന്നു IDFC ബാങ്ക്. ഇന്ന് അതൊരു വേറെ ലെവലിലുള്ള കമ്പനിയാണ്. അങ്ങനെ ആണെങ്കിൽ വിത്തിൻ 2-3 ഇയേഴ്സ് ഈ ഒരു ബാങ്കിന് വേൾഡ് ക്ലാസ് ബാങ്ക് ആക്കി മാറ്റാനും സാധിക്കുന്ന പറഞ്ഞത്. ബൈജാൻ സാറിന് 3 കൊല്ലം കൂടെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്റ്റൻഷൻ ഉള്ളിൽ തന്നെ എല്ലാം ക്ലിയറായി പോയി കഴിഞ്ഞാൽ പിന്നീട് പുള്ളി പോയാലും ഈ ബാങ്ക് ഒരു ഇൻ്റർനാഷണൽ ലെവൽ വേൾഡ് ക്ലാസ് ലെവൽ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചെറിയ പൈസ ആയിട്ടാണ് 10,000-5,000 ആയിട്ടെങ്കിലും IDFC ബാങ്ക് വാങ്ങാം. നിങ്ങൾ ഇനി 6 മാസം കഴിഞ്ഞ് സ്റ്റോക്ക് കയറിയിട്ടില്ലെങ്കിൽ എന്നെ ബ്ലെയിം ചെയ്യരുത്. കാരണം ഈ ഒരു സ്റ്റോക്കിനെ ചില സ്റ്റോക്ക് നമ്മളങ്ങനെ കാണണം, എന്നാലും കിട്ടിയ ബെനിഫിറ്റ്. ITC നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല എത്ര കൊല്ലം ആ റേറ്റിൽ കിടന്നിരുന്നു. പിന്നെ വേറൊരു സംഭവം IDFC വെച്ച് ആൾക്കാർ കൺഫ്യൂഷൻസ്, പ്രൊമോട്ടർ സ്റ്റേക്ക് ഇല്ല എന്നാണ്. ചില കമ്പനികളിലും പ്രൊമോട്ടർ സ്റ്റേക്സ് ഉണ്ടാവില്ല IDFC ഒക്കെ. അതിനെ പറയുക പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി എന്ന് പറയാം. അപ്പോൾ IDFC ബാങ്കിനെ പ്രൊഫഷണലി മാനേജ് കമ്പനി ആക്കി മാറ്റാനാണ് പോകുന്നത്. FIOസും DIOസും റീറ്റെയിലേഴ്സും ഉണ്ടാവുക. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ വ്യക്തമായിട്ട് കാര്യം കിട്ടും. എന്തുകൊണ്ടാണ് പ്രൊമോട്ടർ സ്റ്റേക്ക് കൊടുത്തത്, അല്ലെങ്കിൽ വാട്ട് ഈസ് പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി എന്ന് അടിച്ചു നോക്കിയാൽ വ്യക്തമായി കിട്ടും. ഞാൻ ഒരുപാട് കമൻസിനും മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ പിക്ചർ IDFC ബാങ്കിന് ഇതാണ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 240 കോടി ക്വാർട്ടർ പ്രോഫിറ്റ് ഓൾറെഡി കാണിക്കുന്ന 5 പ്രൈവറ്റ് ബാങ്ക്സ്, ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്ക് സ്പേസ് ഇഷ്ടംപോലെ ഇനിയും വരാനുള്ള സാധ്യത ഉണ്ട്. അതിൽ അവർ വരാൻ സാധ്യതയുള്ള HDFC ബാങ്ക് ഇതുമായി കിടന്ന സ്റ്റോക്കായിരുന്നു. ഞാൻ എന്നും പറയുന്നതാണ്. ഒരു കമ്പനീനെ ഒരു 70-60 രൂപയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാം, ധൈര്യമായിട്ട് വാങ്ങാം. അത് 100 രൂപ എന്തായാലും ആവും. 100 രൂപ അങ്ങനെ 100% 50% കിട്ടിയില്ലേ? അത് കൂടുതലൊന്നും വേണ്ട. 70 രൂപ എന്ന സാധനം 100-105 രൂപയായാലും നിങ്ങൾ 50% കിട്ടും. 50% കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തോടെ. 5 കൊല്ലം കഴിഞ്ഞ് 50% കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ കിട്ടുക? ബാങ്കിലിട്ടാൽ 7% കിട്ടും. 7, 14, 28, 30% കിട്ടും. ഇത് 50% അഷ്യൂർഡാണ്. ഭാവിയിൽ ഡിവിഡൻഡൊക്കെ തരാൻ സാധ്യത. നല്ലൊരു ഇൻ്റർവ്യൂ ആണിത്. വേണമെങ്കിൽ നിങ്ങൾ നെറ്റ് അടിച്ചാൽ ചിലപ്പം ഈ ഇൻ്റർവ്യൂ കാണാൻ പറ്റും. യൂട്യൂബിലോ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം പഠിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആരുടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി, നിങ്ങൾ അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയതായെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.